നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി വിശ്വാസയോഗ്യവുമായി പോയിരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണം അത് നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്കടക്കം പല സംശയങ്ങളാണ് ഉയരുന്നത്. ഇപ്പോഴത്തെ ഇഴഞ്ഞു പോക്ക് ഒരുപക്ഷെ സ്വർണ്ണക്കൊള്ളയെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് വരെ വലിയ രീതിയിൽ ഒരു ചർച്ചയാകാതിരിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കോടതി മാത്രമാണ് കർശനമായിട്ടും രൂക്ഷമായിട്ടും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. SIT ഉദ്യോഗസ്ഥർക്ക് തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം ഇപ്പോഴും അന്വേഷണത്തിലുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കെട്ടടങ്ങുന്നു എന്നാണോ ജനങ്ങൾ ചോദിക്കുന്നത്? കേസിൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഇല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. അന്വേഷണം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന പ്രതിസന്ധി അടക്കം നിലനിൽക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായുള്ള പ്രോസിക്യൂഷൻ അനുമതി പോലും തേടാതെ പ്രത്യേക അന്വേഷണ സംഘം. ഇതോടെ കേസിൽ അറസ്റ്റിലായവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യാപേക്ഷ നാളെ പരിഗണിച്ചേക്കും. അങ്ങനെ വന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, ആദ്യം അറസ്റ്റിലായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുമോ എന്നുള്ളതാണ് ഇനി സംശയം. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകിയത്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പോറ്റിയും പുറത്തിറങ്ങാനാണ് സാധ്യത. ആദ്യം അറസ്റ്റിലായ ദ്വാരപാലക കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും 2 കേസുകളിലും ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഹർജികൾ നാളെ കോടതി പരിഗണിക്കും. മറ്റൊരു പ്രതിയായ തന്ത്രി കണ്ഠര് രാജീവരും ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, S ശ്രീകുമാറും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 12-ൽ 9 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണമെന്നാണ് വ്യവസ്ഥ. അറസ്റ്റിലായി 90 ദിവസങ്ങൾക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുകയും വേണം. എന്നാൽ അതിനുള്ള നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം വൈകിപ്പിക്കുന്നതോടെ കൂടുതൽ പ്രതികൾ കോടതിയെ സമീപിച്ച് പുറത്തിറങ്ങാനുള്ള നീക്കത്തിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസു ഉൾപ്പെടെ 4 പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങാനുമുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ആരംഭിച്ചിട്ട് 115 ദിവസത്തോളമായി. ഇപ്പോഴും എത്ര സ്വർണം മോഷണം പോയെന്നും തൊണ്ടി മുതൽ എവിടെയെന്നും ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് അന്വേഷണ സംഘം. അതിനാലാണ് കുറ്റപത്രം വൈകുന്നതെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഫെബ്രുവരി 15-നകം കുറ്റപത്രം സമർപ്പിക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നുവെങ്കിലും അതിന് മുന്നോടിയായുള്ള നടപടികൾ വൈകുകയാണ്. അറസ്റ്റിലായ 12-ൽ 9 പേരും സർക്കാർ ശമ്പളം വാങ്ങുന്നവർ ആയതിനാൽ കുറ്റപത്രം നൽകാൻ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി വേണം. എന്നാൽ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചാലും അത് പരിഗണിച്ച് സർക്കാർ അംഗീകാരം കിട്ടാൻ സമയമെടുക്കും. അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനും സമയമെടുക്കും. അങ്ങനെ വന്നാൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പ്രതികളെല്ലാം തന്നെ പുറത്തിറങ്ങാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതിനാൽ കുറ്റപത്രം വൈകാനാണ് തീർച്ചയായിട്ടും സാധ്യത. സ്വാഭാവിക ജാമ്യം കിട്ടി ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മുരാരി ബാബു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി മറ്റൊരു പ്രതി S ശ്രീകുമാറിനും ജാമ്യം ലഭിച്ചിരുന്നു. ഇതോടെ കൂടുതൽ പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ വീണ്ടും സമീപിക്കും. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി 2ാം കേസിൽ അറസ്റ്റിലായിട്ട് തിങ്കളാഴ്ച 90 ദിവസമാകും. അതോടെ പോറ്റിക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചേക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കമ്മീഷണറായിരുന്ന N വാസുവിനും ഫെബ്രുവരി 15-നകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ജാമ്യം ലഭിക്കും. മറ്റു പ്രതികളായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവർക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള കാലാവധി അടുത്ത ആഴ്ച തികയും. അതിനിടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച് ഉത്തരവിറങ്ങിയതോടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിലവിലുണ്ടായിരുന്ന പ്രോസിക്യൂട്ടർക്ക് കേസിൽ ഹാജരാകാൻ നിയമ തടസ്സവുമുണ്ട്. ഇതും കേസുമായി മുന്നോട്ടു പോകുന്നതിൽ SITക്ക് വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന് വ്യക്തം. സ്വാഭാവിക ജാമ്യം കിട്ടി ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മുരാരി ബാബു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. ഇതോടുകൂടി ഒരുപക്ഷെ മറ്റുള്ള പ്രതികൾക്ക് വേണ്ടി പുറത്ത് വാദിക്കുന്ന അഭിഭാഷകർക്കും ആത്മവിശ്വാസമായിരിക്കാം. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി പ്രതികൾ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങുമ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ ഇനി ജയിലിൽ ആരും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും. ഇതോടെ കൂടുതൽ പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ വീണ്ടും സമീപിക്കും. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം പുറത്തിറങ്ങാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ്.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന വാസു ഇതോടുകൂടി പുറത്തിറങ്ങും. മറ്റു പ്രതികളായിരുന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ, തിരുവാഭരണ കമ്മീഷണർ KS ബൈജു എന്നിവർക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള കാലാവധി അടുത്ത ആഴ്ച തികയും. അതിനിടെ സ്വർണ്ണക്കൊള്ളയിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള ഗോവർദ്ധൻ ജാമ്യത്തിനായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടി കേസിൽ ഒരു പുരോഗമനമുണ്ട്. റിപ്പീറ്റ് കേസിലെ മറ്റൊരു കാര്യം, ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ഗോവർദ്ധൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. താൻ അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ജാമ്യ ഹർജിയിൽ ഗോവർദ്ധൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തട്ടിയെടുത്ത സ്വർണം വാങ്ങിയെന്ന് ആരോപിച്ചാണ് കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെ SIT അറസ്റ്റ് ചെയ്തത്. സ്വർണം വാങ്ങിയ വകയിലുള്ള പണം 2019 തന്നെ നൽകിയിരുന്നുവെന്നും എന്നാൽ 24 ക്യാരറ്റ് 474.97 ഗ്രാം സ്വർണം SIT ബലമായി പിടിച്ചെടുത്തെന്നും ഹൈക്കോടതിയിൽ ഗോവർദ്ധൻ ആരോപിച്ചിരുന്നു. 2.7 ലക്ഷം രൂപയുടെ സ്വർണ്ണാഹാരം മാളികപ്പുറത്തമ്മയ്ക്ക് സമർപ്പിച്ചെന്നും ഗോവർദ്ധൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പ്രതികൾ ഓരോരുത്തരായിട്ട് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ലൂപ്പ് ഹോളുകൾ അത് കൃത്യമായി മനസ്സിലാക്കി കോടതിയെ സമീപിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിയമപരമായി നോക്കുമ്പോൾ കോടതിക്ക് ജാമ്യം നൽകിയേ മതിയാകൂ. കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നീണ്ടു പോകുന്നതാണ് പ്രതികൾക്ക് ഇവിടെ ആത്മവിശ്വാസമാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT തുടക്കം മുതൽ കാണിച്ചിരുന്ന അന്വേഷണത്തിലെ ആവേശം ഇപ്പോഴുമുണ്ടോ എന്നുള്ള സംശയം ജനങ്ങൾക്ക് ഉയരുന്നത്. കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ ജനങ്ങൾക്കും വിശ്വാസമുണ്ടായിരുന്നു. യാതൊരു തരത്തിലും മറ്റാർക്കും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് SITയെ സ്വാധീനിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിയമപരമായിട്ടുള്ള പഴുതുകൾ തന്നെയാണ് പ്രതികൾക്ക് ഇവിടെ അവർക്ക് ഈസി ആയിട്ട് ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്ന് ഊരിപ്പോരാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. അത് പരിഹരിക്കാൻ അന്വേഷണ സംഘം വളരെ വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 12 പേരോളം അറസ്റ്റിലായിട്ടുണ്ട്. അവരിൽ ഓരോരുത്തരായി പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നീട് സ്വർണ്ണക്കൊള്ള അത് എവിടെ ചെന്ന് അവസാനിക്കും? സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളെ പറ്റിച്ച് വിലസി നടന്നിട്ടുള്ള ഈ പ്രതികളൊക്കെ തന്നെ ഇനി അധികം വൈകാതെ പുറത്തിറങ്ങി വിലസുന്ന കാഴ്ചയും കേരളം കാണേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയം.